ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പെസഹ വ്യാഴത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. അതോടൊപ്പം എല്ലാ പുരോഹിതർക്കു വേണ്ടിയും ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പെസഹ വ്യാഴം എന്ന് കേൾക്കുമ്പോൾ ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകളുണ്ടാകും അല്ലേ? പെസഹ വ്യാഴം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ എല്ലാവർക്കും ഉണ്ടാകത്തുള്ളൂ: വികാരിയച്ഛൻ കാല് കഴുകുന്ന സംഭവം. അതേ പ്രിയമുള്ളവരെ, കുർബാനയ്ക്കിടയിൽ തൻ്റെ കുർബാന കുപ്പായം ഊരിവെച്ച് അരയിൽ വെള്ള തുണി കെട്ടി തൻ്റെ മുൻപിലായിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലുകളിൽ വെള്ളമൊഴിച്ച് തുണി കൊണ്ട് കഴുകി തുടച്ച് അതിങ്ങനെ കയ്യിലെടുത്ത് ചുംബിക്കുന്ന വികാരിയച്ഛൻ്റെ സുന്ദരമായ ഒരു മുഖം ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷ നാം കാണുന്നത്. കാല് കഴുകുന്നത് ഈശോയാണ്. ആരുടെയാണ് കാല് കഴുകുന്നത്? അത് 12 അപ്പോസ്തലന്മാരുടെയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഈ കാല് കഴുകൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കാല് കഴുകുക എന്ന് പറഞ്ഞാൽ കാല് പിടിക്കുക എന്നാണ് അർത്ഥം. കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ മാപ്പ് ചോദിക്കുക എന്നാണ് അർത്ഥം. മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെയാണോ കാല് പിടിച്ചിരിക്കുന്നത് ആ കാലിൻ്റെ ഉടമസ്ഥനോട് ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയാണ്: മോനെ, ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്നിൽ നിന്ന് എന്തെങ്കിലും വേദന നിന്റെ ഹൃദയത്തിനോ ശരീരത്തിനോ മനസ്സിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിരുപാധികം നിന്നോട് മാപ്പ് ചോദിക്കാം. പ്രിയമുള്ളവരെ, ദൈവപുത്രനായ ക്രിസ്തുനാഥൻ കേവലം മനുഷ്യരായ ഈ 12 പേരോട് ഇങ്ങനെ മാപ്പ് ചോദിക്കേണ്ട ഒരാവശ്യകതയുണ്ടോ എന്ന് മനസ്സിലേക്ക് ചോദ്യം വന്നേക്കാം. പ്രിയമുള്ളവരെ, തീർച്ചയായും ഉണ്ട്. കാരണം ഈ 12 പേരെ ഈശോ തിരഞ്ഞെടുക്കുന്നത് 3 വർഷം മുമ്പാണ്. ആ 3 വർഷം മുമ്പ് 12 പേരെ ഈശോ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു, ജോലികളുണ്ടായിരുന്നു. അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈശോയുടെ പിന്നാലെ കൂടുകയാണ്. അങ്ങനെ ഏതാണ്ട് 3 വർഷം പൂർത്തിയായപ്പോൾ പിറ്റേ ദിവസം, പെസഹ വ്യാഴാഴ്ചയുടെ പിറ്റേ ദിവസം താൻ പിടിക്കപ്പെടും, വധിക്കപ്പെടും. അന്ന് ഈ ശിഷ്യന്മാർ ചിതറിക്കപ്പെടും. ആ സമയത്ത് ഇടയനില്ലാത്ത നാഥനെ പോലെ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ കർത്താവെ, ഈ 3 വർഷം വെറുതെ ആയിപ്പോയല്ലോ എന്നൊരു ചിന്ത വരാം. ഈ 3 വർഷം കൂടെ നടന്നവനെ പറ്റി ഒരുപക്ഷെ കുറ്റം പറഞ്ഞേക്കാം. പ്രിയമുള്ളവരെ, സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ശബദിയുടെ പുത്രന്മാർ 2 പേർ അമ്മയുടെ ഒത്താശയോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇടവും വലവും ഇരിക്കണമെന്ന ആഗ്രഹം ആവശ്യപ്പെട്ടത്. അതിൽ രേഖപ്പെടുത്തുന്ന ഒരു ഭാഗം വളരെ കൃത്യമാണ്. ഇത് കേട്ടിട്ട് ബാക്കി 10 പേർക്കും അവരോട് അമർഷം തോന്നിയെന്നാണ് പറയുന്നത്. അതിനർത്ഥം ഈ 12 പേർക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈ ആഗ്രഹം എവിടെ നിന്നാണ് വന്നത്? ഈശോയുടെ പഠനങ്ങളിൽ നിന്ന്. അതെ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ അവർ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതെ പോയതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ തന്നെ അവർ ചില പ്രശസ്തികൾ ആഗ്രഹിച്ചു. വരും ലോകത്ത് അതിനേക്കാൾ വലുത് സംഭവിക്കും എന്നവർ വിചാരിച്ചു. അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് ചില തെറ്റായ ധാരണകൾ കടന്നു വരാൻ ഈശോയുടെ പഠനങ്ങൾ കാരണമായി. അതിൻ്റെ കുഴപ്പം ഈശോയുടേതല്ല, എങ്കിലും ഈശോ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വന്തം ഇടവക പള്ളിയിലെ വികാരിയച്ഛൻ കാലു കഴുകുന്നത് ഒന്ന് കയറ്റി നിർത്തി ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ വികാരിയച്ഛൻ 12 പേരുടെ, അതും ഇടവകയിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 പേരുടെ കാല് കഴുകുമ്പോൾ യഥാർത്ഥത്തിൽ പറയുന്നത് കാല് പിടിക്കല. കാല് പിടിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാപ്പ് ചോദിക്കല. മാപ്പ് ചോദിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച മുതൽ ഇന്ന് ഈ സമയം വരെ എൻ്റെ അജപാലന ശുശ്രൂഷ നടത്തുന്നതിനിടയിൽ നിങ്ങളുമായി ഇടപഴകിയപ്പോൾ എൻ്റെ വാക്കോ പ്രവൃത്തിയോ പെരുമാറ്റമോ നോട്ടമോ എന്തെങ്കിലും നിന്റെ ഹൃദയത്തിനോ മനസ്സിനോ ശരീരത്തിനോ വേദന ഉളവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ബലിപീഠത്തിൻ്റെ മുൻപിൽ വെച്ച് സകല ജനങ്ങളുടെയും മുമ്പിൽ വെച്ച്
ഞാൻ നിങ്ങളോട് നിരുപാധികം മാപ്പ് പറയുകയാണ്. പ്രിയമുള്ളവരെ, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭവം. ഇതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. പ്രായമുള്ള ഒരു വികാരിയച്ഛൻ്റെ അടുക്കൽ എനിക്ക് ആദ്യമായി കാല് കഴുകാനുള്ള അവസരം ലഭിച്ചപ്പോൾ ആ അച്ഛനുമായി കുറച്ച് സമയം ചെലവഴിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ അച്ഛനെ ചെന്ന് കണ്ടു. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ കാലുകഴുകൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പങ്കുവയ്ക്കുകയുണ്ടായി. അച്ഛന് ഇതുപോലെ ആദ്യമായി പിതാവ് ഒരിടവക നൽകിയപ്പോൾ അച്ഛൻ്റെ അപ്പൻ നേരത്തെ മരിച്ചു പോയിരുന്നു. അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു പെങ്ങളാണ്. അതുകൊണ്ട് വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അച്ഛന് സ്വന്തമായി മേട, ഇടവക ഒക്കെ കിട്ടിയപ്പോൾ ആ വർഷത്തെ ഈസ്റ്റർ ആഘോഷത്തിന് അമ്മയെ കൂടെ മേടയിലേക്ക് കൊണ്ടുവരാമെന്ന് അച്ഛൻ തീരുമാനിക്കും. അങ്ങനെ ഓശാന ഞായറാഴ്ച അമ്മയെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്രയും മറ്റ് പരിപാടികളുമൊക്കെ ആഘോഷമായി നടത്തി 3 ദിവസത്തെ കുമ്പസാരത്തിലൂടെ കടന്നുപോയി. പിറ്റേ ദിവസം പെസഹ വ്യാഴാഴ്ച തൻ്റെ ഇടവകയിലെ 12 പേരെ, തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരെ അവരുടെ കാലുകഴുകൽ നടക്കുന്ന ദിവസം സ്വന്തം അമ്മച്ചിയെ അൾത്താരയോട് ചേർന്ന് കുറച്ച് മാറി ഇടവക ജനങ്ങൾക്ക്, എന്നാൽ എല്ലാവർക്കും മുൻപിലായി ഈ അമ്മ ഇത് കാണണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെ ഈ അച്ഛൻ അവരെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കാലുകഴുകൽ ശുശ്രൂഷ ആരംഭിച്ചു. അന്തിമ ഭോജനവേളയിൽ എന്ന ഗാനം ഗായക സംഘം വളരെ മനോഹരമായി ആലപിക്കുന്നു. അച്ഛൻ തൻ്റെ പുറങ്കുപ്പായം മാറ്റിവെച്ച് അരയിൽ വെൺകച്ച ചുറ്റി ശുശ്രൂഷികളുടെ അകമ്പടിയോടുകൂടെ ഈ കാലുകൾ കഴുകി ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കരണ്ട് പോയപ്പോൾ പെട്ടെന്ന് ഓർഗണും മറ്റ് ശബ്ദങ്ങളും പെട്ടെന്ന് നിലച്ചുപോയി. അത് നിന്നപ്പോൾ പാട്ടുകാരൻ പെട്ടെന്ന് പാട്ട് നിർത്തി. ഭയങ്കരമായൊരു നിശബ്ദതയാണ്. ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ചെറിയൊരു കരച്ചിൽ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉയരുന്നുണ്ട്. എല്ലാവരും കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ ഈ അച്ഛൻ്റെ അമ്മ കസേരയിലിരുന്ന് ഏങ്ങലടിച്ച് കരയാം. പെട്ടെന്ന് അച്ഛന് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊരു ചിന്ത വന്നു. പക്ഷെ നോക്കിയപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പെട്ടെന്ന് കരണ്ട് വന്നു, ഗാനം വീണ്ടും ആലപിച്ചു. അമ്മയെ അച്ഛനടക്ക് നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വീണ്ടും കാലുകഴുകൽ ശുശ്രൂഷ അതിൻ്റെ ഭംഗിയോടുകൂടെ പൂർത്തിയാക്കി കുർബാന അർപ്പിച്ചു. അങ്ങനെ അന്നത്തെ തിരുക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ അടുക്കൽ വന്നിട്ട് ഈ മകനായ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അമ്മച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇപ്പം ഈ അമ്മ ഈ മകൻ്റെ ഇങ്ങനെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഈ അമ്മ മകനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എടാ, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഇവരുടെ ഇത്രയും പേരുടെ ഇങ്ങനെ കാല് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആൾത്താരയിൽ നിന്നത് എന്ന് പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി. അതൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയത്തിന് വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, ആരും കേൾക്കാതിരിക്കുന്നത് കൊണ്ടും ഞാനിങ്ങനെ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയതാണ്. പെട്ടെന്നാണ് കരണ്ട് പോയതും എൻ്റെ കരച്ചിൽ നിങ്ങളെല്ലാവരും കേട്ടത്. പ്രിയമുള്ളവരെ, ഈ അമ്മ ഇത് പറയുമ്പോൾ സ്വന്തം മകൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാല് പിടിച്ച് കഴുകി ചുംബിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതൊരമ്മയെ സംബന്ധിച്ചിടത്തോളം ഹൃദയ വേദന ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രിയമുള്ളവരെ, അമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഓരോ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയായി മാറ്റണമെന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമ. പ്രിയമുള്ളവരെ, ആഘോഷപൂർവകമാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നതെങ്കിലും അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ല ഇത്. ഈ 12 പേരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അവരുടെ കാലുകൾ കഴുകി വെൺകച്ച കൊണ്ട് തുടച്ച് അതിങ്ങനെ കയ്യിലെടുത്ത് ചുംബിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് സുഖകരമായ ഒരു അനുഭവമാണ്. അത്ര സുഖകരമായ ഒരു അനുഭവമല്ല. അത് സുഖകരമായ ഒരു അനുഭവമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇനി ഓരോ പെസഹ വ്യാഴാഴ്ച വരുമ്പോഴും ദൈവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരു കലത്തിൽ ഇത്തിരി വെള്ളമെടുത്ത് തൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും കാല് കഴുകി തുടച്ച് അതിങ്ങനെ ചുംബിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നോക്കണം, എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ടവളെ, ഈ കഴിഞ്ഞു പോയ ജീവിത കാലഘട്ടത്തിൽ ഞാൻ
എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിൽ നിൻ്റെ ഹൃദയത്തെയോ മനസ്സിനെയോ ശരീരത്തെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിന്നോട് നീരുപാധികം മാപ്പ് പറയുന്നു എന്ന് ചങ്കിലേറ്റു പറഞ്ഞുകൊണ്ട് ആ കാലെടുത്തൊന്ന് ചുംബിക്കുമ്പോൾ അപ്പോഴറിയാം ഈ കാലുകഴുകൽ ശുശ്രൂഷയിൽ സംഭവിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എളുപ്പമുള്ളൊരു കാര്യമല്ല. എളുപ്പമല്ലാത്ത കാര്യം ക്രിസ്തുവിൻ്റെ ആ വലിയ ഹൃദയം ചങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് അത് എളുപ്പമാക്കി മാറ്റുമ്പോൾ അവിടെ പുരോഹിതൻ ക്രിസ്തുവായി മാറുകയാണ്. അവിടെ പുരോഹിതൻ ക്രിസ്തുവായിട്ട് മാറുമ്പോൾ ആ പുരോഹിതൻ എന്നും ക്രിസ്തുവായി ജീവിക്കേണ്ടത് ആ പുരോഹിതൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പുരോഹിതർക്ക് വേണ്ടി, അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു മകൻ അപ്പൻ, ആ ബന്ധം എത്രമാത്രം ആഴത്തിലാണോ അതുപോലെ തന്നെ ആഴമുള്ള ഒരു ബന്ധമാണ് ഒരു പുരോഹിതനും ഒരു ക്രിസ്ത്യാനിയും തമ്മിലുള്ളത്. കാരണം ഒരു ക്രിസ്ത്യാനിയെ ഒരു കത്തോലിക്ക വിശ്വാസിയായി ക്രിസ്തു മതത്തിലേക്ക്, സഭയിലേക്ക് സ്വീകരിക്കുന്നത് ഒരു പുരോഹിതനാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ അവൻ, ആ പുരോഹിതൻ, ആ കുഞ്ഞിന് ആത്മീയ പിതാവായിട്ട് മാറുകയാണ്. ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആ മകൻ്റെ, മകളുടെ കടമയാണെന്ന് പലപ്പോഴും നമ്മൾ വിട്ടുപോവുകയാണ്. ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളുടെ ഈ വ്യക്തിത്വത്തിൽ 2 പേർ ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ദൈവവും ദൈവീക ഗണവും പിശാചും പിശാചിൻ്റെ അനുയായികളും. ഇവർ 2 പേരും ദ്വന്ദ്വയുദ്ധത്തിലാണ്. ചിലപ്പോൾ ദൈവം ജയിക്കും, ചിലപ്പോൾ ദൈവപുത്രനെ കുരിശിൽ തറച്ചുകൊണ്ട് പിശാച് ഇങ്ങനെ വിജയഭേരി മുഴക്കും. എൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് മക്കളെ ഞാൻ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനും മനസ്സിനൊക്കെ വേദന ഉളവാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഓരോ പെസഹ വ്യാഴാഴ്ചയും കർത്താവിൻ്റെ മുമ്പിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഒരു തുറന്നുള്ള കുമ്പസാരമായിട്ടാണ് ഞാനെന്ന പുരോഹിതൻ പലപ്പോഴും കാണാറുള്ളത്, കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിന് എന്നും വിജയിക്കണം. അതിന് ഞാനെന്ന പുരോഹിതൻ എത്രമാത്രം പരിശ്രമിച്ചാലും അതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് ആ പരിശ്രമത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമോ എന്നൊരു ചോദ്യമാണ് ഈ പെസഹ വ്യാഴാഴ്ച എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കാനുള്ളത്. അതേ പ്രിയമുള്ളവരെ, ഓരോ പുരോഹിതനിലും എന്നും ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുന്നുണ്ട്, ക്രിസ്തുവും പിശാചും തമ്മിൽ. ക്രിസ്തുവിന് ജയിക്കണമെങ്കിൽ ആ പുരോഹിതൻ തനിയെ വിചാരിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അവനൊപ്പം പ്രാർത്ഥനയുടെ പിൻഫലമായി നമ്മൾ ഓരോരുത്തരും കൂടെ നിൽക്കണം. അതേ പ്രിയമുള്ളവരെ, തീരുമാനമെടുക്കണം. പുരോഹിതർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പുരോഹിതരെ കുറ്റം പറയാറുണ്ട്, അവർക്കെതിരെ പലതും പല രീതിയിലും ഒക്കെ സംസാരിക്കാറുണ്ട്. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ പുരോഹിതർക്കു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ഇന്ന് ഈ ലോകത്തുണ്ട്. ഞാനെന്ന ഈ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കൾ എനിക്കുണ്ട്. ആ ഒരു പിൻബലം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനെന്ന പുരോഹിതൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ പെസഹ വ്യാഴത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, പെസഹ വ്യാഴം പൗരോഹിത്യത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും സ്ഥാപക ദിവസമാകുമ്പോൾ അന്ന് പുരോഹിതർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പുരോഹിതനിലെയും ബലഹീനതകളെ ദൈവമായ കർത്താവ് എടുത്തുമാറ്റി അവന് വളരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി നൽകിക്കൊണ്ട് നിരന്തരം പിശാചിനെതിരെ പോരാടിക്കൊണ്ട് അവനെ നശിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതേ പ്രിയമുള്ളവരെ, പുരോഹിതൻ ബലഹീനനാണ്, ഒരുപാട് കുറവുകളുള്ളതാണ്, പോരായ്മകളുള്ളതാണ്.
കാരണം ഒരു പുരോഹിതനും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതല്ല, മറിച്ച് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പിറന്നു വീണത്. ഒരു പുരോഹിതനെതിരെ സംസാരിക്കുമ്പോൾ ആ പുരോഹിതൻ എൻ്റെ സ്വന്തം ചേട്ടനാണെങ്കിൽ, എൻ്റെ സഹോദരനാണെങ്കിൽ, എൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ, ആ പുരോഹിതനെ ഞാൻ ഇതുപോലെ വിമർശിക്കുമോ? പുരോഹിതരെ വിമർശിക്കരുത് എന്നല്ല പറയുന്നത്. ബലഹീനതകളും കുറവുകളും പോരായ്മകളും ഒക്കെ പുരോഹിതരുടെ കൂടെയുണ്ട്. ആ പുരോഹിതർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന ഒരാഹ്വാനമാണ് ഞാൻ ഈ സമയം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. ക്രിസ്തു വിജയിച്ച് നിൽക്കുന്ന ആ സമയം ദീർഘിപ്പിക്കുക എന്നതാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലൂടെ ഓരോ പുരോഹിതനും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ചില സമയത്ത് ഈ പിശാച് ഈ ക്രിസ്തുവിനെ ഇങ്ങനെ കുരിശിൽ തറച്ച് കൊന്ന് ഇങ്ങനെ വിജയിച്ച് നിൽക്കുമ്പോഴാണ് ചില അബദ്ധങ്ങൾ പുരോഹിതനിൽ നിന്ന് സംഭവിക്കുന്നത്. പല പുരോഹിതന്മാരും പലരുടെയും ജീവിതത്തിലേക്ക് മാപ്പപേക്ഷയോടുകൂടെ കടന്നു വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വേറൊന്നുമല്ല, ഈ പുരോഹിതനിലെ ക്രിസ്തു പിശാചിനെ തച്ചുടച്ച് ഇങ്ങനെ വിജയിച്ചു നിൽക്കുമ്പോൾ സംഭവിച്ചതിൻ്റെ ആഴം മനസ്സിലാക്കി ആ പുരോഹിതനിലെ ക്രിസ്തു ആ വ്യക്തിയിലേക്ക് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, അതാ പറഞ്ഞത്, പുരോഹിതനിൽ ക്രിസ്തുവും പിശാചും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ക്രിസ്തുവിന് പിന്തുണയായി, പ്രാർത്ഥനയോടുകൂടെ പിൻബലമായി നിനക്ക് മാറാൻ പറ്റുമെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാനെന്ന പുരോഹിതൻ ഈ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയുമൊക്കെ. പക്ഷേ പലപ്പോഴും തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട്, അവരോട് നേരിട്ടും മാപ്പ് യാചിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ പുരോഹിതൻ്റെയും ആഗ്രഹം അവനിലെ ക്രിസ്തുവിന് ഒരു ഉത്ഥാനത്തിൻ്റെ പകിട്ട് നൽകി മരണം വരെ ജീവിക്കുക എന്നതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ബലഹീനതയിൽ വീണു പോയിട്ടുണ്ട്. ആ ബലഹീനതയിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഓരോ പുരോഹിതരെയും ദത്തെടുത്ത് പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ദത്തെടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഒരു പുരോഹിതന് വേണ്ടി കുടുംബം മുഴുവനും, അതും ആ പുരോഹിതൻ അറിയാതെ പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പൗരോഹിത്യ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് 10 മടങ്ങ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായിട്ട് ആ അഭിഷേകം ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ കൂടെയാണ്. വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച ഒരു സംഭവം കൂടെ ചേർത്ത് വയ്ക്കുക. പരിചയമുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് മണവാളനും മണവാട്ടിയും എന്നെ കാണാൻ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അച്ഛൻ്റെ ആശീർവാദം ഞങ്ങൾക്ക് വേണം. അങ്ങനെ എൻ്റെ അഭിഷിക്ത കരങ്ങൾ അവരുടെ ശിരസിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അത് 2 പേരുടെയും വാശിയായിരുന്നു. അങ്ങനെ നാളുകൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു സന്തോഷ വാർത്തയുണ്ട്, കർത്താവ് ഞങ്ങളുടെ ദാമ്പത്യത്തെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് പിറക്കാൻ പോവാം. വളരെ സന്തോഷമായിരുന്നു കേട്ടപ്പോൾ. പ്രത്യേകം പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഇവൾക്ക് ഒരു ദുശീലമുണ്ട് അത് പ്രത്യേകിച്ച് ഈ ഗർഭധാരണത്തിൻ്റെ സമയത്ത് അതിലൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊന്ന് ഉപദേശിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണാവോ ദുശീലം? ദുശീലം വേറെ ഒന്നുമല്ല വ്യാഴാഴ്ചകളിൽ അവൾ രാവിലെ മുതൽ രാത്രി വരെ ഒന്നും കഴിക്കാറില്ല, വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചു. അവൾ ഇതെന്തിനു വേണ്ടി എടുക്കുന്നു എന്ന് പറയാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കാനോ തയ്യാറായില്ല. അങ്ങനെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു, 2ാമതൊരു കുട്ടി ഉണ്ടായി, 3ാമത് ഒരു കുട്ടി കൂടെ അവർക്ക് ജനിക്കാൻ പോവുക. അങ്ങനെ ഏതാണ്ട് 8 മാസം വയറ്റിൽ കുഞ്ഞിന് പ്രായമുള്ളപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ എന്നെ കാണാൻ വന്നു. എന്നിട്ട് ഭാര്യയും ഭർത്താവും അന്ന് ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ പങ്കുവെച്ച വേദനയുടെ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു, ഒരു കാര്യം പറയാനുണ്ട്, അത് വേറെ ഒന്നുമില്ല, ഇവൾക്ക് ചെറിയൊരു രോഗമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുപറ്റി? രോഗം വേറെ ഒന്നുമല്ല,
ബ്ലഡ് ക്യാൻസറാണ് അച്ഛാ. കുറച്ച് നേരത്തേക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒന്നും പറയാതെ കുറച്ച് നേരം നിന്നു. അതിനുശേഷം ഈ ഭർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ശരീരം ഒരുപാട് വീക്കാകാനുള്ള സാധ്യതയുണ്ട്, ഡോക്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അച്ഛാ, ഇപ്പോഴും ഇവൾക്ക് ആ വ്യാഴാഴ്ച രാവിലെ മുതൽ രാത്രി വരെ ഒന്നും കഴിക്കത്തില്ല അച്ഛാ. അതൊന്ന് മാറ്റിയെടുക്കണം അച്ഛാ. അവരുടെ ഉദരത്തിൽ കുഞ്ഞുണ്ട്, ശരീരത്തിന് ഒരുപാട് അസ്വസ്ഥതയുണ്ട്, ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴെങ്കിലും അവളോട് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അച്ഛനൊന്ന് പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കില്ല. പ്രിയമുള്ളവരെ, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞു നോക്കി, പക്ഷേ അവൾ സമ്മതിച്ചില്ല. പ്രിയമുള്ളവരെ, കുഞ്ഞിന് പിറവി കൊടുത്തു. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഒരു 30-32 ദിവസം. അതിനുശേഷം തമ്പുരാൻ അവളെ എടുത്തുകൊണ്ടുപോയി. ശവസംസ്കാര കർമ്മത്തിലൊക്കെ പങ്കെടുത്തു. ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. ശവസംസ്കാര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഭർത്താവ് മൂത്ത മകളെയും കൂട്ടി എന്നെ കാണാം. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അച്ഛാ, ഞാനും അവളും തമ്മിൽ ജീവിതം ആരംഭിച്ച അന്നു മുതൽ ഈ മരണത്തിൻ്റെ ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ ഒരു കാര്യത്തിൽ മാത്രമേ ഭിന്നതയുണ്ടായിരുന്നുള്ളൂ. അത് വേറൊന്നുമല്ല, ഒരു നോയിമ്പിൻ്റെ കാര്യത്തിൽ. അച്ഛാ, മരിക്കുന്നതിനും ഏതാണ്ട് 4 ദിവസം മുമ്പ് ഈ പിഞ്ചു കുഞ്ഞിനെ അവരുടെ നെഞ്ചോടിങ്ങനെ ചേർത്ത് വെച്ചിട്ട് എന്നെ വിളിച്ച് അടുത്തിരുത്തി എൻ്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് എന്നോട് പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട് അച്ഛൻ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു, ചേട്ടാ, നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞാനൊരു കാര്യം മാത്രമാണോ ചേട്ടനോട് മറച്ചു വെച്ചിട്ടുള്ളൂ. അത് വേറൊന്നുമല്ല, വ്യാഴാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം. ഇനി ഞാനത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അതെനിക്കിനി ഒട്ടും ചേട്ടനോട് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നിട്ട് നിറമിഴികളോടുകൂടെ ആ പെൺകുട്ടി തൻ്റെ ജീവിത പങ്കാളിയോട് പങ്കുവെച്ച കാര്യം ഇങ്ങനെയായിരുന്നു, വ്യാഴാഴ്ച ഉപവസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഡയസച്ചൻ്റെ പൗരോഹിത്യ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചേട്ടാ. പ്രിയമുള്ളവരെ, അത് കേട്ടപ്പോൾ എനിക്കെന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റാതെ ഞാനങ്ങനെ നിൽക്കായിരുന്നു. ഈ ഭർത്താവ് പറച്ചിലിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. അവൻ പറഞ്ഞ വേറൊരു കാര്യം, ചേട്ടാ, ഞാനിത് ചേട്ടനോട് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചേട്ടനോട് ആവശ്യപ്പെടുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് അച്ഛൻ ഒരിക്കലും അറിയരുത്. പ്രിയമുള്ളവരെ, ഈ ചേട്ടൻ പറയുന്നുണ്ട്, ഇവള് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-13 വർഷമായി. അത് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഏതോ ഒരു പെസഹ വ്യാഴാഴ്ച ഞാൻ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും, ആ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പുരോഹിതർ അറിയാതെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പുരോഹിതർക്ക് കിട്ടുന്ന പ്രാർത്ഥനയുടെ പിൻബലം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം അവരിലേക്ക് കടന്നു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അന്നു മുതൽ ഈ വ്യാഴാഴ്ച അവൾ അച്ഛനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കായിരുന്നു. പ്രിയമുള്ള അച്ഛാ, ഞാനിത് അവളുടെ വാക്ക് ലംഘിച്ച് അച്ഛൻ്റെ മുമ്പിൽ ഇത് വെളിപ്പെടുത്തുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇനി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വിശുദ്ധ പെൺകുട്ടിയായിരുന്നു എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. ഞാനിത് അച്ഛനോട് പറയുന്നത് വേറൊന്നുമല്ല, ഇതച്ഛൻ മറ്റുള്ളവരോട് സമയം കിട്ടുമ്പോൾ പങ്കുവയ്ക്കണം. അച്ഛൻ്റെ പ്രസംഗത്തിലൂടെയും അച്ഛൻ്റെ ക്ലാസ്സിലൂടെയും ഒക്കെ ഇത് മറ്റുള്ളവരറിയണം. അങ്ങനെ മറ്റുള്ളവരിലേക്കും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ, അതും അവരറിയാതെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത ഈ എൻ്റെ ഭാര്യയുടെ ജീവിതാനുഭവത്തിലൂടെ അച്ഛൻ പങ്കുവയ്ക്കണം.
പ്രിയമുള്ളവരെ, ഈ ഭർത്താവ് പറഞ്ഞ വേറൊരു കാര്യം കൂടെയുണ്ട്. ചേട്ടാ, ഇനി ഈ ശരീരത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞാൻ ചേട്ടനെ ഏൽപ്പിക്കാം. പ്രിയമുള്ളവരെ, അവൻ ഇന്നും ത്യാഗം സഹിച്ച് ഭക്ഷണം മാറ്റിവെച്ച് എല്ലാ വ്യാഴാഴ്ചകളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടിസ്ഥാന ശിലയായി ഞാൻ ആസ്വദിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കണം. പുരോഹിതർക്ക് വേണ്ടി അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ചിലപ്പോൾ നിങ്ങൾ നല്ല ഭക്ഷണം വച്ചു കൊടുക്കുന്നുണ്ടാകും, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ടാകും, അവരെയും കൊണ്ട് പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുന്നുണ്ടാകും. അതൊക്കെ നടത്തുന്നുണ്ടാകും. അതൊക്കെ നല്ലത്. പക്ഷേ അതിനേക്കാളും 100 ഇരട്ടി ആഴമുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയാണ് അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്നത്. അങ്ങനെയുള്ള സമ്മാനം കൊടുക്കാൻ ഈ പെസഹ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയാണ്. ഈ പൗരോഹിത്യ സ്ഥാപക ദിനത്തിൽ, ഈ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപക ദിനത്തിൽ ഒരു പുരോഹിതനായ എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകാനുള്ളത് മറ്റൊന്നുമല്ല, ഈ അഭിഷിക്ത കരങ്ങളുടെ ആശീർവാദം മാത്രം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം. എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചു ഞാനിന്ന് ഈ നിമിഷം വരെ നിർവഹിച്ചിട്ടുള്ള പൗരോഹിത്യ കർമ്മങ്ങളിലൂടെ സ്വന്തമാക്കിയ കൃപയുടെ വെളിച്ചത്തിലും എൻ്റെ മുമ്പിലായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന തിരുരക്തത്തിൻ്റെ വിശുദ്ധിയാൽ കഴുകി വിശുദ്ധീകരിച്ച് നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.